കബഡി കോമ്പറ്റീഷൻ പോലെ ഉണ്ടല്ലോ. സോ കോക്കനട്ട് ഓയിൽ, എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിൽ ആണ്. ഫസ്റ്റ് നമ്മൾ പാനിലേക്ക് ഇത്തിരി കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നു. നമ്മുടെ ഒരു അളവിനനുസരിച്ചിട്ടാണ്. നമ്മുടെ ഒരു ഏകദേശം ശാലിന്റെ ഇഷ്ടത്തിന് ശാലിന് ഒഴിക്കാം. ശരി, വെയിറ്റ് ചെയ്യൊന്നും ചെയ്യില്ല, ഒറ്റ പ്രാവശ്യം ഷെഫ് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി. അല്ല ഷെഫ്, ഇതിന് മറ്റേ എന്താ പറയാ, എന്തിനു പറയുന്നത്, ഹൈ ആൻഡ് ലോ അതുണ്ടോ? അത് ഏത് തീയില? ഇത് ലോയിലാണോ? മീഡിയം ഫ്ലെയിം. അതന്നെ, അതാ ചോദിക്കുന്നത്. സോ ഓയിൽ ചൂടാകുമ്പോഴത്തെ നമ്മൾ ലേശം കടുക് ഇടുന്നു. കടുകിന് എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് വേണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. വേണമെങ്കിൽ ഇവിടുന്ന് ഫോക്കസ് മാറ്റിക്കോളൂ നോക്കാം. ഒരു ഓട്ട. നീ കടുക് തന്നെയല്ലേ ഇടുന്നേ? അല്ല, കടുക് പൊട്ടിത്തെറിക്കും ഇല്ലേ ഷെഫ്? അതൊരു 2.5 കിലോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും പൊട്ടിത്തെറിക്കും. ഇതെന്താ ഷെഫ് പൊട്ടാത്ത? അത് എണ്ണ ചൂടായിട്ടില്ല. ഓയിൽ ചൂടാവണം. അത് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് ചിലപ്പോ എണ്ണ ചൂടാവുന്ന കാര്യത്തിലൊക്കെ ചില കൺഫ്യൂഷൻ വന്നാലും കുഴപ്പമില്ല. എന്റെ വീട്ടിൽ മമ്മിയും പറയാറുണ്ട്, ഞാൻ ഈ എണ്ണ ചൂടാവണതിന് മുമ്പാ ഇടുന്നേ. അത് കാര്യമില്ല, എന്തായാലും ചൂടാവുമല്ലോ. എണ്ണ ചൂടാവാതെ കടുകിട്ട കടുക് പൊട്ടില്ല, വേറെ കടുക് എന്തായാലും പൊട്ടും. ഇല്ല ഷെഫ്? പിന്നെ പൊട്ടും. പക്ഷെ ഓയിൽ ചൂടായെങ്കിൽ മാത്രമേ പൊട്ടത്തുള്ളൂ. ഇത്തിരി ഉലുവ ഇടുന്നുണ്ട്. ഉലുവ ഫിഷിന്റെ മെയിൻ ആയിട്ടുള്ള പൊട്ടില്ല. പിന്നെ പറഞ്ഞു തരില്ല കേട്ടോ, ഒരു പ്രാവശ്യം പറഞ്ഞോളൂ. ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, ടേസ്റ്റ് കൊടുക്കുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് ഇത്തിരി കർലീസ് ഇടാം. കറിവേപ്പില. ഈ ഞാൻ എന്തിനാന്ന് പറയാ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം. നിങ്ങൾ ആരും എന്നെ കളിയാക്കരുത്. ഈ കടുക് പൊട്ടാത്തോണ്ടാണ്. നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് അവിടെയും വിട്ട്. ഞങ്ങൾ കളിയാക്കില്ല, കാണിക്കണതെല്ലാം മണ്ടത്തരമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഈ എണ്ണയും കടുകും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എന്റെ റെസിപ്പിയിൽ ഞാൻ ഇത് ഇടാറില്ല. ഇവിടെ സ്റ്റെപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം. എന്റെ കോൺസെൻട്രേഷൻ കളയത്ത് കിട്ടിയില്ല. ഷെഫ്, എന്റെ കടുക് പൊട്ടുന്നില്ല. അത് പൊട്ടിയതാ. ഞാൻ കുറച്ച് സാലഡ്സ് ഇടുന്നുണ്ട്, ചെറിയ ഉള്ളി. നിങ്ങൾ ആരും ബേജാറുണ്ടോ? നമുക്ക് ലാസ്റ്റ് എന്റെ ഒരു അവസ്ഥ. നമ്മൾ ഈ മീൻകറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ പറയുന്ന ചെറിയ ഉള്ളി എന്ന് പറയുന്നത്. മീൻകറിക്കും അതിന്റെ ഗ്രേവിക്കും എല്ലാം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നതും ആ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യിപ്പിക്കുന്നതും എല്ലാം ശരിക്കും 3.5 കിലോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ട. ഇപ്പോഴത്തെ കുട്ടീലേക്ക് നോക്കരുത്. അതുകൊണ്ടല്ലേ ഞാൻ കൂടുതലായിട്ട് പാടില്ല. എനിക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നു. ഉള്ളി ഇട്ട ടേസ്റ്റ് കൂടുന്ന പറഞ്ഞപ്പോ ഞാൻ കുറച്ച് അതാണ് ഉള്ളിട്ട ടേസ്റ്റ്. അതാണ് ഇത്ര ഇട്ടത്. കുഴപ്പമില്ല, നല്ലതാ. എനിക്ക് തോന്നുന്ന എണ്ണ കുറവാണെന്നും, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ എണ്ണ ഇടാം. സാധനം ഇവിടെ ഇഷ്ടം പോലെ. അത് കുഴപ്പമില്ല. ഇപ്പോ നമ്മുടെ